ഇനി പറയാൻ പോകുന്ന ആളാണ് ഈ 5 പേരിൽ ഏറ്റവും അപകടകാരി. ഈ നാടിനെ പത്തിവിരിച്ച് കാക്കാനും ഒറ്റക്കൊത്തിന് തീർക്കാനും ശേഷിയുള്ള രാജവെമ്പാല. നീയാണ്? അതെ, ഞാനാണ്. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. എന്റെ കഴിവ് ഞാൻ ഇപ്പൊ കാണിച്ചു. പ്രിയപ്പെട്ട ആരിഫ് ഭായ് അടക്കം ഇസ്ലാം മതമാണ് പിന്നിലെന്നും ഇസ്ലാം മതത്തിന്റെ തത്വശാസ്ത്രവും പ്രത്യയശാസ്ത്രവുമാണ് ഇതിന്റെ പിന്നിലെന്നും പറയുമ്പോൾ ഒരു ഉടായിപ്പിന്റെ നമ്മൾ അടിക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ വിഷമമുണ്ട് ഈ വിഷയത്തിൽ. നമ്മളിവിടെ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചല്ല, ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത്. ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നത് പറയുന്നത്? നീ മേടിച്ചോ? ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. അത് ശരിയാണല്ലേ? അത് വിചാരിച്ചിട്ട് അതങ്ങനെ പറയരുതെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. എന്തിനാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചെറുതായിട്ട് പണി പാളിയെന്നാ തോന്നുന്നത്. ജിഹാദികളെ പറയേണ്ടടുത്ത് ജിഹാദികളെ പറയണം. അവിടെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിന് എന്നെ കിട്ടില്ല. സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പടകുട്ടി പന്നം കെട്ടി വരാം. പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും. എന്നെ വീട്ടിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ടുമെന്ന് കാണാം. നോക്കാം. ഏതെങ്കിലും മതമാണോ ഇതിന്റെ പിന്നിൽ? അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ മതമുണ്ട്. അഥവാ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ പോരെ? ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. പാകിസ്ഥാനിൽ 50 ലക്ഷത്തോളം ഹിന്ദുക്കളില്ലേ? പക്ഷെ വകടിരിവ് വട്ടപൂജ്യം. പിന്നെ കാഫിറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫിറിനെ പിടിച്ച് കൊന്നാ പോരെ എന്നാ ചോദിച്ചത്. എന്ത് വാദാന്നാ ഞാൻ ചോദിക്കണേ? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. കാഫിറിനെ കൊല്ലാൻ ഒന്നാമത് പാകിസ്ഥാനിലെ കാഫിറിനെ കൊന്നുവന്ന് തീർന്നു കഴിഞ്ഞു. ഇനി ആകെ എണ്ണി പെറുക്കിയെടുക്കാൻ ആകെ 5-10 ഉള്ളൂ. അവിടുത്തെ നിരന്തരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ പറയുന്ന മൈനോറിറ്റിക്കെതിരെയുള്ള പെർസിക്യൂഷൻ. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞ വളരെ നല്ല കാര്യമായിരിക്കും. പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അതവർ ചെയ്തിട്ടുണ്ട്. അതവർ ചെയ്തതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏതാണ്ട് 15% വരെ ഉണ്ടായിരുന്ന അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ ഇത് കേവലം 1.6%. ഞാൻ ചോദിക്കുന്നത്, ഈ ആൾക്കാരെല്ലാം എവിടെ പോയി? നാച്ചുറലായിട്ട് മരിച്ചോ? അവർക്ക് റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഇല്ലാതെ ആയതുകൊണ്ട് ഓഫ് സ്പ്രിങ്ങുകളെ ഉണ്ടാക്കാൻ കഴിയാഞ്ഞതാണോ? നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. ന്യൂനപക്ഷ സംരക്ഷണം നമ്മുടെ നാട്ടിൽ കൊടുത്തപ്പോൾ അത് കൊടുക്കാതിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഡാനിഷ് കനേറിയ എന്ന് പറയുന്ന ഹിന്ദുവായിട്ടുള്ള അവിടുത്തെ ക്രിക്കറ്റർ, അദ്ദേഹത്തിന്റെ ട്വീറ്റ്സ് മതി അവിടെയുള്ള ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് എന്നറിയാൻ. ഞാനെല്ലാം മറന്നു എന്ന് നീ കരുതി അല്ലടാ? കറുത്ത മറവിട്ട് പുറത്തു വരും. ഇനി എന്റെ കുഴം. ഇനി ഇവിടെ പറഞ്ഞ പ്രശ്നം, ഇതിൽ മതമുണ്ടോ? മതമുണ്ട്. ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിലുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വർ അത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ അത് ഞാൻ പറയട്ടെ അത് പറയാൻ പറ്റില്ല. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ക്ഷമ കൈക്കൊള്ളൂ. നിന്റെ അടവ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ക്ഷമ കൈക്കൊള്ളൂ. അത് ഞാൻ നിങ്ങളെന്തിനാ അസഹിഷ്ണുതയാവുന്നത്? ഉള്ള കാര്യം പറയുമ്പോ കിടന്ന് തിളക്കുന്നതിനാണ്. കേൾക്ക്. ഓക്കെ, ഇത് ഒഴിഞ്ഞ ചെണ്ടയാകുമ്പോഴാണ് ഇതുപോലെ ഒച്ച ഉണ്ടാക്കേണ്ടി വരുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. എന്താണ് ഇസ്ലാമിനെ ഇതുപോലെ മുന്നോട്ട് നയിക്കുന്നത്? ഇവിടെ ആഗോളതലത്തിൽ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് വരുമ്പോൾ അതിനകത്ത് ടോപ്പ് ടെറർ ഇൻഡെക്സ് അതിന്റെ അറ്റാക്സിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 20 ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ്. ഇവിടെ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 50 ടെറർ ഓർഗനൈസേഷൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 50ഉം 100ഉം അത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് തന്നെയാണ്. ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഡോക്ട്രിൻസ് തന്നെയാണ്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. കഷ്ടം. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അല്ല രാഹുൽ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുള്ളൂ. പാകിസ്ഥാൻ നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദം എന്ന് സമ്മതിക്കാൻ എന്താണ് മടിയുള്ളത് എന്നാണ്. അത് എല്ലാ മുസ്ലിങ്ങളെയും പറയുന്നതല്ല. ഷാജി, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം. രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളെയും പറയുന്ന കാര്യമല്ല. ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പദപ്രയോഗം നടത്തിയിട്ടേ ഇല്ല. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. രാഹുലിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഭീകരവാദികളെ കുറിച്ച് പറയുമ്പോൾ ജനറൽ മുസ്ലിംസിനെ അതിനകത്ത് കയറ്റരുത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഭീകരവാദികളെ കുറിച്ച് പറയുമ്പോൾ ജനറൽ മുസ്ലിംസിനെ അതിനകത്തേക്ക് കയറ്റാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ അതേ ഭാഷ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ രാഹുലിനോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ബംഗ്ലാദേശില് കൂട്ടക്കുരുതി ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുമ്പോൾ
ബംഗാളിൽ വഖഫ് ബില്ലിന്റെ പേരിൽ മുർഷിദാബാദിലൊക്കെ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യുമ്പോൾ ഇവിടെ ആരും കണ്ണീരൊഴുക്കുന്ന കണ്ടില്ലല്ലോ രാഹുലെ. രാഹുൽ എന്നിട്ടൊന്നും പറയാമായിരുന്നില്ലേ? ഇവിടുത്തെ മുസ്ലിം ലീഗിനോട് പറയാമായിരുന്നില്ലേ നിങ്ങൾ സംസാരിക്കണം? ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവർ എന്തേ മുർഷിദാബാദിനെ പറ്റി മിണ്ടാത്തത്? സാധാരണ മുസ്ലിമിനെ കുറിച്ചിട്ടല്ല ഇവിടെ ആരിഫ് പറഞ്ഞത്, സാധാരണ മുസ്ലിമിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഏത് മരപ്പട്ടീനാണോ കണി കണ്ടത്? ദേശസ്നേഹികളായ കോടിക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട്. എന്നാൽ അതേ സമയത്ത് നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞല്ലോ, പണ്ട് 47-ല് ട്രെയിൻ കിട്ടാതെ ടിക്കറ്റ് എടുക്കാനും ട്രെയിൻ കിട്ടാനും ഇടിച്ചു കയറാനും പറ്റാത്തവർ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ചോറ് നിന്ന് ഇവിടെ ശരീരം കൊണ്ട് ജീവിച്ച് മനസ്സുകൊണ്ട് പാകിസ്ഥാന്റെ കൂടെയുള്ളവർ ഇവിടെ ഉണ്ട്. നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. ശരി രാഹുൽ, താങ്കൾക്ക് സമയം തന്നില്ല എന്നുള്ളതിന് ഈ ഒരു മറുപടി ശ്രീ ബി ഗോപാലകൃഷ്ണൻ നേരിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്, അതിനുള്ള മറുപടി. ബംഗ്ലാദേശിലെ അവിടെ മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കാവലിരുന്നതും കാണണം. തീർച്ചയായും ഇസ്ലാമിസ്റ്റ് തീവ്രവാദമുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അതിനെ ഇസ്ലാമിക് ആരിൽ നിന്നാ കാവലിരുന്നേ? ആരിൽ നിന്നാ കാവലിരുന്നേ? അവിടുത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളിൽ തന്നെയാണ് പോയിന്റ്. നമ്മളിൽ നല്ലവരും ചീത്തവരും ഇല്ലേ? നമ്മളിൽ നല്ലവരാണോ? അപ്പോ മോശം അത് തന്നെയാണ് നിങ്ങൾ ജനറലൈസ് ചെയ്യരുത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെയും പ്രസ്താവനകളെ ഡാനിഷ് കനേരിയെ എങ്ങനെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് എന്നുകൂടി രാഹുൽ താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. മറുപടി ശ്രീജിത്ത് താങ്കൾക്കുള്ള മറുപടിയാണ് നൽകിയത്. ഇതോടെ നിർത്തിക്കളല്ല, ரொம்ப தூரம் போயிட்டேன். ஃபுல்லா முடிச்சிட்டு தான் திரும்பி வர முடியும். അല്ല ഞാൻ ചോദിച്ചോട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്ലാമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന അഭിപ്രായമുണ്ടോ? പ്രധാനമന്ത്രിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം ട്വീറ്റിലൂടെ സൂഫി കൾച്ചർ ഇന്ത്യയിൽ വളരുകയാണ്, നമ്മളിതിനെ സ്വാഗതം ചെയ്യണമെന്ന് പറയുമോ? അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി അജ്മേർ പള്ളിക്ക് ഈ പട്ടു കൊടുത്തു വിടുമോ? പ്രധാനമന്ത്രി അടക്കം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈദിന് തന്റെ സുഹൃത്തായ അബ്ബാസിന്റെ വീട്ടിൽ നിന്നാണ് താൻ ആഹാരം തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് പറയുമോ? അവരൊന്നും തീവ്രവാദികളല്ല. തീവ്രവാദികളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ മുസ്ലിങ്ങളെ പൊക്കിക്കൊണ്ട് വരല്ലേ? ആ ഉടായ്പ നിർത്തൂ. തീവ്രവാദികളെ കുറിച്ച് പറയുമ്പോൾ തീവ്രവാദികളെ കുറിച്ച് പറ, മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങളെ കുറിച്ച് പറ. ഇത് രണ്ടുകൂടി കൂട്ടിക്കുഴക്കരുത്. ആ കൂട്ടിക്കുഴക്കൽ നിർത്തൂ, നിങ്ങൾ ഉടായ്പ നിർത്തൂ. രാഹുൽ, മുസ്ലിം സമം തീവ്രവാദികൾ നല്ല നമ്മളാരും പറയുന്നത് കേട്ടോ. മുസ്ലിം സമം ജിഹാദികളെന്ന് നമ്മൾ ആരും പറയുന്നില്ല. നീ ഒന്നും പണയണ്ട. സിംഗാരോ இந்த செகண்டோட உங்க ஆட்டம் முடிஞ்சு போச்சு. ஒரு கோலுக்கு 2 கோலியாச்சு.